രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബോർഡ് മറച്ച വാഹനത്തിലാണ് ഈ അടൂരിലുള്ള ഹോട്ടൽ വൈറ്റ് പോർട്ടിക്കോയിലോട്ട് വന്ന് VK ശ്രീകണ്ഠൻ MPയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. MPയുടെ വാഹനം ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. VK ശ്രീകണ്ഠൻ MPയുടെ പാലക്കാട് രജിസ്ട്രേഷനുള്ള KL9 എന്ന് പറയുന്ന ആ ഇന്നോവ വാഹനത്തിലാണ് MP വന്നത്. ഔദ്യോഗിക വാഹനമാണ്. ആ വാഹനത്തിൽ നിന്ന് MPയും പുറത്തേക്ക് പോവുകയാണ്. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്നില്ല. തനിക്കും VK ശ്രീകണ്ഠനും വർഷങ്ങളായിട്ട് അറിയാം. രണ്ടുപേരും പാലക്കാടിൻ്റെ ജനപ്രതിനിധികളാണ്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും കൂടിക്കാഴ്ച നടത്താം, അതിനെ രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഉത്തരം നൽകാതെ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഇപ്പോൾ പാലക്കാടിൻ്റെ MP VK ശ്രീകണ്ഠൻ MP കൂടിയുണ്ട്. MP രാഹുലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് മടങ്ങുന്നത്. പുതുയുഗ യാത്ര അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. MP പുതുവി യാത്ര പ്രധാനപ്പെട്ട ഒരാളാണ്. ആ ജാഥയുടെ പ്രധാനപ്പെട്ട നേതൃത്വം ഉള്ള ഒരാളാണ്. പക്ഷേ അപ്പോൾ ഇതിനകത്ത് കൊല്ലം ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഹോട്ടലിൽ രാഹുലുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് രാഷ്ട്രീയ പ്രാധാന്യമില്ലേ? എനിക്ക് മനസ്സിലായില്ല. മിഞ്ഞാന്ന് പറയണ കേൾക്ക് എന്താ നിങ്ങൾ ചോദിച്ചിരിക്കറിയില്ല. മിഞ്ഞാന്ന് രാത്രി ഞാനിവിടെ താമസിച്ച് ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നത്. പത്തനംതിട്ട ജില്ലത്തെ കഴിഞ്ഞ് കൊല്ലത്ത് പോകാണല്ലോ. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവിചാരിതമായിട്ട് രാഹുലിനെ കണ്ടു. നിഷ്കളങ്കമല്ലല്ലോ ആ കൂടിക്കാഴ്ച. അത് നിങ്ങൾ തീരുമാനിച്ചാൽ എങ്ങനെയാണ്? നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ. ഞാൻ നിഷ്കളങ്കമായിട്ട് തന്നെ പറയാറുള്ളൂ. നിങ്ങളുടെ ചാനലുകാരോട് ചോദിച്ചാൽ അറിയാം. പാലക്കാടിൻ്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത്, അതോ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ്? പാലക്കാട് MLA അല്ലേ, ഞാൻ പാലക്കാട് MP അല്ലേ. കണ്ട സൗഹൃദം പറയണൊക്കെ രാഷ്ട്രീയം പറയാൻ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്. നിങ്ങൾ ആ കണ്ണിലൂടെ കാണണോണ്ടാ. ഞാൻ നേരത്തെ കണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങൾ കണ്ട്. അല്ല അടച്ചിട്ട് റൂമിൽ സ്വകാര്യ സംഭാഷണം അല്ലല്ലോ. സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തൊരു സുഹൃത്തല്ലേ MLA, പാർട്ടിയിലുണ്ടായിരുന്ന ആളല്ലേ. കണ്ട സൗഹൃദം സംസാരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുക. ഉണ്ടായിരുന്ന ആളാണ്, പക്ഷേ പാർട്ടിയിൽ ഇപ്പോഴില്ല. പക്ഷേ ഒരു MLA MP ആ സൗഹൃദത്തിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നൊരു സാഹചര്യമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ പാലക്കാട് വികസനത്തിന് വേണ്ടി ഒരു ഹോട്ടൽ മുറിയിൽ കണ്ടാണോ ആശയവിനിമയം നടത്തേണ്ടത്? ചാനലിൽ മുമ്പ് പ്രവർത്തിച്ച ആളുകൾ പുറത്താക്കപ്പെട്ട് നിങ്ങൾ കണ്ട സൗഹൃദം അറിയില്ല. 24 ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ചാനലിൽ നിന്ന് പുറത്താക്കി. അയാൾ ഏഷ്യാനെറ്റ് ചാനലിലാണ്. നിങ്ങൾ കണ്ടാൽ വേണ്ടില്ലേ. നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗഹൃദം പകർന്ന വ്യക്തിയാണ് ഞാൻ. രാഹുലിനെ പലയിടങ്ങളിലും കാണുമ്പോൾ മുതിർന്ന നേതാക്കളടക്കം മുഖം കൊടുക്കാതെ മാറിപ്പോകുന്നത് ഇതിനു മുമ്പ് കേരള പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. ആ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തയാണ്. രാഹുലിനെ കണ്ടിട്ട് ആരും മുങ്ങാറില്ല, ഞങ്ങളെ കണ്ടിട്ട് ആരും മുങ്ങാറില്ല. ഒരു കാര്യം, ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്താണല്ലോ, അദ്ദേഹം വന്ന് സംസാരിക്കുമല്ലോ, ചർച്ച ചെയ്യലോ, എല്ലാം നല്ലതിനാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് നല്ലതിനായിരിക്കും. എല്ലാം നല്ലതിനാ. നിങ്ങൾ ആഗ്രഹമുണ്ടോ രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന്? അതിപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം 24ഓട് പറഞ്ഞ 24ൻ്റെ ചാനലിൻ്റെ ഹെഡല്ലല്ലോ പാർട്ടിയിൽ ആരെ തിരിച്ചെടുക്കണം തീരുമാനിക്കുന്നത്. അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം സമയത്ത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. സമയമാണ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. രാഹുൽ വീണ്ടും അവിടെ ജനവിധി തേടി ജയിക്കുമോ? അല്ലാതെ തന്നെ CPMൽ നിന്ന് ഒരുപാട് പേരെ അടുപ്പിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതറിയാം നിങ്ങൾക്ക്. പാലക്കാട് ജില്ലയിൽ CPMനോട് കോറായിട്ട് നിന്നിട്ടുള്ള എത്രയോ പേര് UDFിലേക്ക്, ജാഥയിലേക്ക്, കോൺഗ്രസിലേക്ക് കടന്നു വരാൻ നല്ല വാർത്തകൾ കൊടുക്കും. അങ്ങനെ ഒരു വഴിയൊരുക്കുന്ന ഒരാളാണ് VK ശ്രീകണ്ഠൻ MP. അപ്പോൾ അതുപോലെ രാഹുലിനെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊരുക്കലാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ സൗഹൃദവും ബന്ധമൊക്കെ മനുഷ്യരോടാണ്. അതിൽ പാർട്ടി വ്യത്യാസമില്ല. എൻ്റെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോടും ഞാൻ അടുത്ത സൗഹൃദമുള്ള ആളാണ്. അതുകൊണ്ട് രാഹുലിനായിട്ട് ഏറ്റവും സൗഹൃദമുണ്ട്. കണ്ടാൽ സംസാരിക്കും, ചർച്ച ചെയ്യും. അതൊക്കെ കാര്യങ്ങൾ തന്നെയാണ്. രാഹുലിൻ്റെ അത്ര നല്ല സൗഹൃദമുള്ള ആളാണ്. രാഹുലിനെതിരെ 3 പരാതികൾ ഉയർന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ കേസുകൾ കോടതിയിൽ നടക്കുകയാണ്. അതിനോട് എന്താണ് MPയുടെ പ്രതികരണം? കോടതിയിലെ കാര്യം ഞാൻ ആരാ ചർച്ച ചെയ്യാൻ? ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ടി ചുമതലപ്പെടുത്തിയല്ലേ ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കൊണ്ടു. സൗഹൃദം പങ്കിടുന്നതും സംസാരിക്കുന്നതൊക്കെ നിങ്ങളെല്ലാം വ്യാഖ്യാനം ചെയ്താൽ പിന്നെ ഇവിടെ ആർക്കും ആരോടും മിണ്ടാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൗസിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അയാൾക്ക് കഴിച്ചു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു, കഴിച്ചോ ചോദിച്ചു. അത് പാർട്ടി മാറാനാ? അങ്ങനെയാണോ? അല്ലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം വേറെയല്ലേ? അതല്ലേ മനുഷ്യ സഹജമായിട്ട് സംസാരിക്കണു. നിങ്ങളങ്ങനെ ദുർവ്യാഖ്യാനമൊന്നും ചെയ്യേണ്ട. നല്ല രീതിയിൽ കണ്ടാൽ മതി. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം നല്ലതിനാണ്. താങ്ക് യു. അപ്പോൾ GK എല്ലാം നല്ലതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് VK ശ്രീകണ്ഠൻ MP ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ വന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച് MPയും MLAയും ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു 45 മിനിറ്റോളം MPയും MLAയും VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നത് അറിഞ്ഞ് തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാം നല്ലതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് VK ശ്രീകണ്ഠൻ ഈ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ അവിടെ ചർച്ചയായത് പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്
രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത്, സൗഹൃദമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പോലും പ്രതിപക്ഷ നേതാവ് ഉത്തരം തരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KPCC പ്രസിഡന്റ് പോലും ആ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. UDF കൺവീനർക്കും മറിച്ചൊരു നിലപാടല്ല അക്കാര്യത്തിനകത്ത് തന്നെ ഉള്ളത്. പക്ഷേ അതിനിടയിലാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള VK ശ്രീകണ്ഠൻ പുതിയ യാത്ര കടന്നു പോകുന്നതിനിടെ പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ഹോട്ടലിലെത്തി കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുള്ളത്. അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണ് ഇത്. നമ്മൾ വളച്ചൊടിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ഹോട്ടൽ മുറിയിൽ അവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഇത്രയും നേരം ഏതാണ്ട് 40 മിനിറ്റിലേറെ നീണ്ടുനിന്ന കൂടിക്കാഴ്ച VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയത്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിജീവിതനെ, രണ്ടാമത്തെ കേസിലെ അതിജീവിതനെ വാട്സാപ്പിലൂടെ വിളിച്ച കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നതാണ്, താനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്, കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അത് മാത്രവുമല്ല, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയ യാത്ര ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പര്യടനം പൂർത്തിയാക്കി കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഇന്നിപ്പോൾ VK ശ്രീകണ്ഠൻ MP ഈ അടൂരിലെ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. GK ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടുപേരും MP VK ശ്രീകണ്ഠനും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. സൗഹൃദം പുതുക്കലാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നത് പരസ്പരം കണ്ട് സംസാരിക്കുന്നതിന് എങ്ങനെ തടസ്സമാകും എന്നാണ് VK ശ്രീകണ്ഠൻ മടങ്ങും വഴി ഇപ്പോൾ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ, ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നേരിടുന്ന ബലാത്സംഗ കേസിൽ ഒക്കെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് പൊതുസമൂഹത്തിനോട് പറയുന്ന നേതാക്കളാണ് കോൺഗ്രസിലെ നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയുമായി അടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MP VK ശ്രീകണ്ഠനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സൗഹൃദ സംഭാഷണമാണ് നടന്നതെന്നും അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുൻപ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. VK ശ്രീകണ്ഠനും എല്ലാം നല്ലതിന് എന്ന മറുപടി നൽകി അധികം ചോദ്യങ്ങൾ എടുക്കാതെ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും ഒപ്പമുണ്ടായിരുന്നവരെ കണ്ടാൽ, അടുത്ത സൗഹൃദമുള്ളവരെ കണ്ടാൽ സംസാരിക്കൂ എന്നതാണ് തൻ്റെ രാഷ്ട്രീയ ശീലം. അതൊരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാം വിവാദമാക്കേണ്ടതില്ല എന്ന് പൊതുവിൽ രണ്ടുപേരും പറഞ്ഞെങ്കിലും ഈ സന്ദർശനത്തിനും ഈ കൂടിക്കാഴ്ചയ്ക്കും ഈ സംഭാഷണത്തിനുമൊക്കെ അതിൽ രാഷ്ട്രീയം സ്വാഭാവികമായി കടന്നു വരും എന്ന് നമുക്കറിയാം. ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതൊക്കെ തന്നെ ചുരുപക്ഷെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഏതായാലും നിലവിൽ ഇപ്പോൾ ആളുകളുമായി സംഭാഷണം നടത്തുന്നതിനും സൗഹൃദം പങ്കിടുന്നതിനുമൊക്കെ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. അതിൽ മാധ്യമങ്ങൾക്ക് എന്ത് ബിസിനസ്സാണുള്ളത് എന്ന ഒരു പ്രതിരോധം ഇരുവരും തീർത്തിട്ടുണ്ട്. സ്വാഭാവികമായി അത് യുക്തിഭദ്രമാണെന്ന് നമുക്ക് തോന്നാം. അതേസമയം തന്നെ ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ല എന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാനും കഴിയില്ല. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.